ഇതൊരു വയോജന കേന്ദ്രമാണോ? പുറമെയുള്ളവർക്ക് ആദ്യമായി സമുദ്രതീരത്തെപ്പറ്റി കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന രേഖാചിത്രം. എന്നാൽ സമുദ്രതീരത്തിന്റെ കവാടം കടന്ന് ഉള്ളറയിലെത്തുന്ന കാഴ്ചക്കാരന് ഇവിടെ വ്യത്യസ്തത നിറഞ്ഞ ലോകമാണ് കാണാൻ കഴിയുന്നത്. അവർ വയോജന കേന്ദ്രമെന്ന പേര് തന്നെ മറന്നുപോകും. നിറപുഞ്ചിരിയുമായി കാത്തിരിക്കുന്ന അച്ഛനമ്മമാരും അനുജന്മാരും അനുജത്തിമാരുമാണ് ആതിഥേയരായി എത്തുന്ന ഓരോരുത്തരെയും കാത്തിരിക്കുന്നത്. 99 വയസ്സുള്ള കാരണവർ മുതൽ 35 വയസ്സുള്ളവർ വരെ ഈ കുടുംബത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞു വരുന്നു. വ്യത്യസ്ത അനുഭവങ്ങളിലൂടെയാണ് ഓരോ ദിനങ്ങളിലും പ്രിയ അച്ഛനമ്മമാർ കടന്നു പോകുന്നത്. അവരുടെ ഗൃഹനാഥൻ റുവൽ സിംഗ് ഓരോ ദിനങ്ങളിലും വ്യത്യസ്ത പരിപാടികളുമായിട്ടാണ് തൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാർക്കും അനുജന്മാർക്കും അനുജത്തിമാർക്കും മുന്നിൽ എത്തുന്നത്. പാട്ട്, ഗാനമേള, നാട്യം, കവിയരങ്ങ്, പ്രസംഗം, സാഹിത്യ ചർച്ചകൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, സംഗീത പഠനം, യോഗ തുടങ്ങിയവയിൽ വന്നു നിൽക്കുന്നു. കൊല്ലം സ്വദേശിയായ യോഗ ടീച്ചർ ശ്രീമതി പ്രിയ പ്രേമിന്റെ നേതൃത്വത്തിലാണ് യോഗ ക്ലാസുകൾ നടക്കുന്നത്. യോഗ അഭ്യസിക്കുന്നത് മൂലം ഒരു വ്യക്തിക്ക് ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇവിടുത്തെ അച്ഛനമ്മമാരും മറ്റുള്ളവരും വളരെ സന്തോഷത്തോടെയാണ് ഓരോ യോഗ ക്ലാസ്സിലും പങ്കെടുക്കുന്നത്. ഓരോ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ഉള്ള സായാഹ്ന സവാരിയും നവ ഉന്മേഷമാണ് പ്രിയ അച്ഛനമ്മമാർക്കും അനുജന്മാർക്കും അനുജത്തിമാർക്കും ലഭിക്കുന്നത്. സമുദ്രതീരം കൂട്ടുകുടുംബത്തിലെ അച്ഛനമ്മമാർ സന്തോഷഭരിതരായിട്ടാണ് ഓരോ രാവും കിടപ്പറയിൽ അന്തിയുറങ്ങാൻ പോകുന്നത്. ഇവിടം സന്ദർശിച്ചിട്ട് തിരികെ പോകുന്ന സന്ദർശകന്റെ ഉള്ളിൽ തെളിയുന്ന ചിത്രം ഇതൊരു വയോജന കേന്ദ്രമല്ല, സമുദ്രതീരം എന്ന കൂട്ടുകുടുംബം എന്ന കാഴ്ചപ്പാടാണ്.